ശബരിമലയിലെ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് ബ്ലോഗർമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം, 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പകർത്തരുത് എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതെ, അതേസമയം ദേവസ്വം ബോർഡ് അനുവദിക്കുന്നവർക്ക് ചടങ്ങുകൾ ചിത്രീകരിക്കുന്നതിൽ തടസ്സമില്ല. അതേസമയം ശബരിമല മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. മാളികപ്പുറത്ത് വസ്ത്രങ്ങൾ എറിയുന്നതും തടഞ്ഞിട്ടുണ്ട്. നിർദ്ദേശത്തെ തന്ത്രി കണ്ഠരര് രാജീവര് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പുറത്ത് നടക്കുന്ന പലതും ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഈ നാളികേര ഉരുട്ടൽ ഒരു ആചാരമേ അല്ല, ഒരു വഴിപാടേ അല്ല. വെറ്റില വർദ്ധിക്കുന്നു, പിന്നെ മഞ്ഞൾപ്പൊടി ആ ക്ഷേത്രത്തിന് ചുറ്റും വിതറുന്നു, മാളിപ്പുറം ദേവീ ക്ഷേത്രത്തിന് ചുറ്റും മണിമണ്ഡപത്തിൽ ഭസ്മം വിതറുന്നു. ഇതൊന്നും ആചാരപരമായിട്ടുള്ളതൊന്നുമല്ല, ഒരു വഴിപാടുമല്ല. അപ്പോൾ അത് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് കർശനമായി തടയേണ്ടതാണ്. ആരെങ്കിലും ഡ്യൂട്ടിക്കാരെ അവിടെ നിർത്തേണ്ടതാണ് ദേവസ്വത്തിൻ്റെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, സന്നിധാനത്ത് നിന്ന് രാഹുൽ ജി നമുക്കൊപ്പമുണ്ട്. രാഹുലെ, ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ രാഹുൽ കേട്ട് കാണും. തന്ത്രിയും ആ കാര്യമാണ് പറഞ്ഞത്. ഞാനിപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പോകുമ്പോൾ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടിയിട്ടുണ്ട്. പിന്നീട് അത് ആളുകൾ അത് ഒരു ശരിയായ രീതി ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിങ്ങനെ പലരും ചെയ്ത് കണ്ട് ശീലിച്ചു പോയ ഒരു കാര്യമാണ്. അത് അവിടുത്തെ ഒരു ആചാരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ പറഞ്ഞ ബോധവൽക്കരണം അടക്കം നടത്തണം, അനൗൺസ്മെൻറ്റ് നടത്തണമെന്ന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ കോടതി പറഞ്ഞ കാര്യങ്ങളോട് അവിടെ ഭക്തരുടെ പ്രതികരണങ്ങൾ ലഭ്യമാണെങ്കിൽ അതും ഒപ്പം അവിടുത്തെ ദേവസ്വം അധികൃതരൊക്കെ പറയുന്നത്? രാഹുലെ, ദിവിഷ്, ഞാനിപ്പോൾ ഉള്ളത് മാളികപ്പുറത്താണ്. കാഴ്ചകൾ സൂചിപ്പിക്കുന്നത് കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണം. അതിനോടൊപ്പം ദേവസ്വം ബോർഡ് എത്തരത്തിൽ ഈ ഭക്തരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളത് തന്നെയാണ്. കാരണം തേങ്ങ ഉരുട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ നമുക്ക് കാണാം. ഇപ്പോഴും ഇത് തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ മണ്ഡപത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നു. പലർക്കും പല വിശ്വാസങ്ങളാണ്. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി ഈ പറഞ്ഞതുപോലെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ വർഷങ്ങളായി ചെയ്തു വരുന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. അവരുടേതായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ഉണ്ട് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ ഈ വാർത്ത വന്നപ്പോൾ നമ്മുടെ പ്രതികരിച്ചവർ പറഞ്ഞത്. പിന്നീട് തൊട്ട് മുന്നിൽ കാണുന്നത് ഈ ശ്രീകോവിലാണ്. ശ്രീകോവിലിന് മുകളിലേക്ക് ഇങ്ങനെ ഈ കോടിമുണ്ടുകൾ വസ്ത്രങ്ങളെല്ലാം എറിയുന്നതും ആചാരമായി കാണുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ 2-3 ദിവസം മുമ്പ് വാർത്ത കൊടുത്തതാണ്. അതായത് മാളികപ്പുറത്ത് ഇത്തരത്തിൽ ഈ തേങ്ങ ഉരുട്ടുന്നു, അതിനുശേഷം ഈ തേങ്ങ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ താഴെ കിടക്കുന്ന തേങ്ങകൾ, അതായത് ഉരുട്ടുന്നതല്ലാതെ താഴെ ഈ ആളുകൾ ഉപയോഗിച്ച് പോകുന്ന തേങ്ങകളുണ്ട്. അത്രമാത്രം തിരക്കുള്ള സ്ഥലമാണ്. അതിൽ ചവിട്ടി വീഴാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം നോക്കൂ, ഈ തേങ്ങകളൊന്നും ആളുകളില്ല. കാരണം അവർ ഉരുട്ടി ഈ പറഞ്ഞതുപോലെ മണ്ഡപം ചുറ്റിയതിന് ശേഷം അവർ മടങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചവിട്ടി ഭക്തർ വീഴുന്നതും പരിക്കേൽക്കുന്നതുമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ പ്രധാനമായി 2 കാര്യങ്ങൾ. പിന്നീട് നമ്മുടെ ഈ മണ്ഡപത്തിന് പുറകിലുള്ള നാഗർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ മഞ്ഞൾ വിതരണം, അതായത് ഒരു പാക്കറ്റിൽ മഞ്ഞൾ കൊണ്ടുവന്ന് ആ മഞ്ഞൾ മുഴുവൻ അവിടേക്ക് വിതറുന്ന തരത്തിലുള്ള രീതികളുണ്ടായിരുന്നു. അതൊന്നും ആചാരത്തിൻ്റെ ഭാഗമല്ല എന്ന് മാളികപ്പുറം മേൽശാന്തിയും തന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ കോടതി നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയാണ്. അവരും പറയുന്നത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് ഭക്തരെ പറഞ്ഞു മനസ്സിലാക്കി നടപ്പിലാക്കണം. കാരണം നമ്മോട് പ്രതികരിച്ച തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരൊക്കെ ആയിക്കോട്ടെ, അവരെല്ലാം എനിക്ക് തോന്നുന്നു ഈ തേങ്ങ ഉരുട്ടലൊക്കെ നിർത്തുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ എത്ര പറഞ്ഞാലും ഇപ്പോൾ രാഹുൽ തന്നെ അവിടെ അറിയാം, ഈ പ്ലാസ്റ്റിക് തന്ത്രിയുടെ ഒക്കെ നമ്മൾ വളരെ വിശദമായി പ്രശാന്ത് കൃഷ്ണയുടെ റിപ്പോർട്ടിലൊക്കെ പങ്കുവെച്ചാണ് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുവരരുത്, ഇരുമുടി കെട്ടിൽ അനാവശ്യ സാധനങ്ങൾ അരുത് എന്നൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ അവിടെ നിൽക്കുമ്പോൾ എന്താണ് ബോധ്യപ്പെടുന്നത്? ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അതുപോലെ തുടരുകയാണോ? ആ ബോധവൽക്കരണങ്ങൾ വേണ്ട രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ദേവശി, മാളികപ്പുറത്തെ സംബന്ധിച്ച് കുറച്ചധികം ഭക്തജനങ്ങൾ വന്നാൽ തിങ്ങി നിറയുന്ന സ്ഥലമാണ്. അതിനിടയിലൂടെയാണ് ഈ പറയുന്നത് പോലെ തേങ്ങ ഉരുട്ടുന്നത്. ഈ ദൃശ്യങ്ങൾ വലിയ വ്യക്തമാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പോലും സാധിക്കുന്നില്ല. അപ്പോഴാണ് ഈ തേങ്ങ ഉരുട്ടുന്ന ഈ മണ്ഡപം ചുറ്റും തേങ്ങ ഉരുട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ദിവി സൂചിപ്പിച്ച പ്ലാസ്റ്റിക് സ്വാഭാവികമായും നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. കാരണം ഇൻസിനറേറ്റർ ഉണ്ട് ഇവിടെ. അത് 22 മണിക്കൂർ നിർത്താതെ പ്രവർത്തിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇത് കത്തിക്കുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങളും പ്ലാസ്റ്റിക്കുകൾ കാണാം. പ്ലാസ്റ്റിക് ഉപയോഗിച്ച രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ കാണാം. ഇരുമുടിക്കെട്ടിൽ ഈ പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക്കിലാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒഴിവാക്കണം. തന്ത്രി പലവട്ടം പറഞ്ഞതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ആചാരങ്ങളും. അപ്പോൾ അമ്മേ, തേങ്ങ ഉരുട്ടാണോ? എന്താ അമ്മ എന്റെ വിശ്വാസത്തിന്റെ പുറകിൽ എന്താ വിശ്വാസം? ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് അയ്യപ്പസ്വാമി. തേങ്ങ ഉരുട്ടുന്നതിന്റെ അത് മാളികപ്പുറത്ത് അമ്മക്ക് തേങ്ങ ഉരുട്ടേണ്ട ഒരു വിശ്വാസം ഞങ്ങൾക്ക്. ആണോ? ഈ കോടിമുണ്ട് അങ്ങോട്ട് ഇടുന്ന അത് അമ്മക്ക് പട്ട് സമ്മാനത്തിലിരിക്കണത്, പട്ട് കൊടുക്കണേ. ആണോ?
അങ്ങനെ അങ്ങനെ വർഷങ്ങളായി ചെയ്യുന്നതാണോ? വർഷങ്ങളായി ചെയ്തു വരുന്നതാണ്. ചെയ്തു വരുന്നതാണ് അല്ലേ? ശരി ശരി. അതിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള കാര്യമാണ്. ചെറുതിലെ തുടങ്ങിയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം കോടതി പറഞ്ഞതേ ഇത് ഈ തിരക്കിനിടയിൽ ഇങ്ങനെ ഉരുട്ടുന്നതും ഇതൊക്കെ ആചാരത്തിന്റെ ഭാഗം നിർത്തണമെന്നാണ് കേട്ടോ പറഞ്ഞു. ഞാൻ അറിയിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ മനസ്സിലായി. അതെ അതെ, അവർ വിശ്വാസത്തിന്റെ ഭാഗം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ കോടതി നിർദ്ദേശിച്ചത് ഇത്തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വലിയ ദൗത്യമാണ് ദേവസ്വം ബോർഡിനുള്ളത്. അവർ എന്തായാലും ഇതിൽ കുറെ സമയം എടുക്കും. സമയം എടുക്കും. അത്ര എളുപ്പമുള്ള കുറച്ച് കാലങ്ങളായി ഇങ്ങനെ ഇതെന്തോ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നത് കൊണ്ട് സമയമെടുക്കും.